കൊല്ലത്ത് വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. പരവൂർ സ്വദേശികളായ ശ്യാം, ഭാര്യ ഷീന എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയിൽ കല്ലമ്പലത്തിന് സമീപമായിരുന്നു അപകടം. KSRTC ബസ് ഇടിച്ച് ഇരുചക്ര വാഹനം മറിയുകയായിരുന്നു. മുന്നിൽ പോയ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ എത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. പരവൂർ സ്വദേശികളായ ശ്യാം, ഭാര്യ ഷീന എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയിൽ കല്ലമ്പലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. KSRTC ബസ് ഇടിച്ച് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന ഇവർ വീഴുകയായിരുന്നു. മുന്നിൽ പോയ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. എതിരെ എത്തിയ ബസ് ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ദൃശ്യങ്ങളിൽ രണ്ട് ബസ്സുകൾ കാണാം. ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം നടന്നിരുന്നോ തുടങ്ങിയ സംശയങ്ങളുമുണ്ട്. ഇവർ അമിത വേഗതയിലായിരുന്നു. എന്തായാലും മുന്നേ പോയൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. തിരക്കേറിയ സമയമായിരുന്നു. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ ബസ്സുകൾ, രണ്ട് ബസ്സുകൾ തൊട്ടടുത്തടുത്തുണ്ടായിരുന്നു. ബസ്സുകൾ മത്സരയോട്ടത്തിലായിരുന്നു. എന്താണ് അറിയാൻ കഴിഞ്ഞത്? രേണുക, ഇന്ന് 4:45 കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്. വളരെ ഞെട്ടിക്കുന്ന ദൃശ്യം തന്നെയാണ് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ. ദേശീയപാതയിൽ കല്ലമ്പലത്തിന് സമീപമാണ് ഈ വാഹനാപകടം ഉണ്ടായത്. ദമ്പതികൾക്ക് ദാരുണമായ അന്ത്യവും സംഭവിച്ചിരിക്കുന്നു രേണുക. ഈ കൊല്ലം പരവൂർ സ്വദേശികളായ 58 വയസ്സുള്ള ശ്യാം, അദ്ദേഹത്തിന്റെ ഭാര്യ 51 വയസ്സുള്ള ഷീന എന്നിവരായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചത്. എതിർദിശയിൽ വന്ന KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഇരുവരും ബസ്സിനടിയിൽ പെട്ടുപോയ സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വാഹനം കയറി ഇറങ്ങി പോകുന്ന തരത്തിലുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു ദൃശ്യമാണ് രേണുക പുറത്തു വന്നിരിക്കുന്നത്. തൽക്ഷണം മരണം സംഭവിക്കുകയും ചെയ്തു. ഇവർക്ക് ദമ്പതികളുടെ മൃതശരീരം ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എതിർദിശയിൽ വന്ന KSRTC വാഹനവുമായിട്ടാണ് ഇവരുടെ ബൈക്ക് കൂട്ടിയിടിച്ചിരിക്കുന്നത്. KSRTC വാഹനവും മറ്റൊരു വാഹനത്തെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് വരുന്നതായിട്ട് നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും അതിദാരുണമായ ഒരു അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രേണുക. വളരെ ദുഃഖകരമാണ് വാർത്ത. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.